നമസ്കാരം, ഞാൻ ഡോക്ടർ ആൻമേരി ജേക്കബ്, കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റ്, SUT ഹോസ്പിറ്റൽ, പട്ടം, ട്രിവാൻഡ്രം. നവംബർ 12 നമ്മൾ ലോക ന്യൂമോണിയ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. 2009 ന്യൂമോണിയ ദിനം ആദ്യമായി ആചരിക്കുന്നത്. ന്യൂമോണിയ രോഗത്തെ പറ്റിയുള്ള കൂടുതൽ പരിജ്ഞാനം ആളുകളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ന്യൂമോണിയ ദിനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ന്യൂമോണിയ എന്നത് ലങ്സിൽ വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. അത് ഏത് പ്രായക്കാരിലും വരാം, കുഞ്ഞുങ്ങളിലും മുതിർന്നവരിലും ഒരേപോലെ തന്നെ വരാൻ സാധ്യതയുള്ളൊരു രോഗമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്ന അവസ്ഥകൾ, അതായത് നമുക്ക് ഷുഗർ വരുന്നു, അത് കൺട്രോളിലല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു, ഇമ്മ്യൂണോ സപ്രസൻസ് മരുന്ന് എന്ന രീതിയിലുള്ള മരുന്നുകൾ കഴിക്കുന്നു, നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്ന ഏതൊരു അവസ്ഥയിലും നമുക്ക് ന്യൂമോണിയ പിടിപ്പെടാം. ന്യൂമോണിയ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ ഈ അണുബാധയാണ്. അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകാം, വൈറൽ ഇൻഫെക്ഷൻ ആകാം, ഫംഗൽ ഇൻഫെക്ഷൻ ആകാം. അങ്ങനെ ഏത് ഇൻഫെക്ഷൻ കൊണ്ട് നമുക്ക് ന്യൂമോണിയ ഉണ്ടാകാം. എന്നാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് വൈറലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് തന്നെയാണ്. കൂടുതലും ന്യൂമോണിയ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഒരാൾക്കത് കിട്ടുന്നത്. അതിനെയാണ് കമ്മ്യൂണിറ്റി അക്വയർഡ് ന്യൂമോണിയ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഹോസ്പിറ്റലിലോ വെന്റിലേറ്ററിലായ പേഷ്യൻസിലോ ന്യൂമോണിയ പിന്നീട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനെ ഹോസ്പിറ്റൽ അക്വയർഡ് ന്യൂമോണിയ അല്ലെങ്കിൽ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ എന്നൊക്കെ നമ്മൾ പറയാറുമുണ്ട്. ന്യൂമോണിയയുടെ പ്രധാന രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പനിയും ചുമയും ശ്വാസം മുട്ടും നെഞ്ചിലെ വേദന തുടങ്ങിയവയാണ്. ന്യൂമോണിയ നമ്മളൊരാൾക്ക് സസ്പെക്റ്റ് ചെയ്താൽ ചിലപ്പോൾ കഫത്തിൽ രക്തത്തിൻ്റെ അംശമൊക്കെ കണ്ടു എന്ന് വരാം. സസ്പെക്റ്റ് ചെയ്താൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ എക്സ്റേ എടുത്ത് നോക്കും. അതോടൊപ്പം തന്നെ നമ്മൾ കഫം ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാറുണ്ട്. അത് ഏതാണുമാണ് അതിലുള്ളതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഫം കൾച്ചർ കൊടുക്കാറുള്ളത്. എക്സ്റേയിൽ നിന്ന് നമുക്ക് ഒരു 90% ന്യൂമോണിയ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്നാൽ ചില പേഷ്യൻസിൽ നമുക്ക് ന്യൂമോണിയ കൺഫേം ചെയ്യാനായിട്ട് എക്സ്റേയിൽ അധികം പാടില്ല. പക്ഷേ പേഷ്യൻറ്റിന് നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ CT പോലെ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്ത് നോക്കാറുമുണ്ട്. ഇതിൽ പ്രധാനമായും ചികിത്സയിൽ വരുന്നത് ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ ആൻറ്റിവൈറൽ മരുന്നുകളാണ്. ഏത് അണുവിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അതനുസരിച്ചുള്ള ആൻറ്റിബയോട്ടിക്സോ ആൻറ്റിവൈറൽസോ അല്ലെങ്കിൽ ആൻറ്റി ഫംഗൽ പോലത്തെ മരുന്നുകൾ കൊടുക്കുക. ഒപ്പം ഓക്സിജൻ സാച്ചുറേഷൻ കുറയുന്നു, അതായത് 94% താഴേക്ക് പോകുന്നെങ്കിൽ ഓക്സിജൻ വെക്കുക. വെന്റിലേറ്റർ ആവശ്യമായി വരികയാണെങ്കിൽ നോൺ ഇൻവേസീവ് അല്ലെങ്കിൽ ഇൻവേസീവ് വെന്റിലേഷൻ പോലെ നമ്മൾ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ന്യൂമോണിയയുടെ ചികിത്സയിൽ വരുന്നത്. കറക്റ്റായിട്ട് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാൻ സാധ്യതയുള്ള രോഗമാണ്. അതിൽ നമുക്ക് ശ്വാസകോശത്തിൽ നമുക്ക് പഴുപ്പ് കെട്ടാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ ആബ്സിസ് ഉണ്ടാകാം, എംപൈമ എന്നൊക്കെ പറയുന്ന കോംപ്ലിക്കേഷൻസിൽ പോകാം. ഈവൻ ഫെയിലിയർ, റെസ്പിറേറ്ററി ഫെയിലിയർ, മരണം വരെയും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ന്യൂമോണിയ എന്ന രോഗം നമുക്ക് വളരെ പെട്ടെന്ന് ചികിത്സിക്കാനും ആൻറ്റിബയോട്ടിക് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു രോഗം തന്നെയാണ്. അത് കൃത്യമായി നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യാതെ പോകുമ്പോഴാണ് ഇത് കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത്. ന്യൂമോണിയ എന്ന രോഗം വരാതിരിക്കാൻ നമുക്ക് ചില മുൻകരുതലുകൾ എടുക്കാൻ പറ്റും. ഒന്ന്, നമുക്ക് ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാരാണെങ്കിൽ അവർ പൊതുസ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ മാസ്ക് ധരിക്കുവാനും അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുവാനും ശ്രമിക്കണം. അതുപോലെ വാക്സിനേഷൻസ് ആണ് നമുക്കിതിലുള്ളത്. ഫ്ലൂ വാക്സിനേഷൻ, അതായത് നമുക്ക് വൈറൽ പനികളെ പ്രതിരോധിക്കാനുള്ള ഫ്ലൂ വാക്സിനേഷൻ, അത് വർഷാവർഷം നമുക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ ന്യൂമോണിയ പ്രതികരിക്കാനുള്ളൊരു വാക്സിൻ നമുക്ക് അവൈലബിൾ ആണ്. അത് ന്യൂമോകോക്കൽ വാക്സിൻ ആണ്. അത് ആൾക്കാരുടെ ഏജും അവരുടെ കോമോർബിഡിറ്റീസ്, അതായത് മറ്റ് അസുഖങ്ങളും വെച്ചിട്ടാണ് നമ്മൾ ഏത് വാക്സിൻ കൊടുക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. പിന്നെ ചിക്കൻ പോക്സ് ന്യൂമോണിയ വരാതിരിക്കാൻ നമുക്ക് ചിക്കൻ പോക്സിന് വാക്സിൻ എടുക്കാൻ പറ്റും. അങ്ങനെ ന്യൂമോണിയ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ അത് പിടിപെട്ടാലും നമുക്കത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു രോഗം തന്നെയാണ്. അതിന് തക്കതായ നമ്മൾ വരാതിരിക്കാനുള്ള മെഷേഴ്സും കൂടെ നമ്മൾ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.